ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം ജനങ്ങൾക്കായി സമർപ്പിച്ചു. പുതിയംഗം ശിശുമന്ദിരത്തിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയാണ് സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറുന്നത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KD പ്രസന്നൻ MLA നിർവഹിച്ചു. ഇവിടെ ഇപ്പോൾ ഹോമിയോ ഡിസ്പെൻസറി സംബന്ധിച്ച് ഏറ്റവും മികച്ച സേവനം നൽകി വരുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നും ഇതിന് ആദ്യത്തെ ഫണ്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ ജനങ്ങൾ നന്നായി ആശ്രയിക്കുന്ന ഒരു ഡിസ്പെൻസറി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇവിടെ പുതിയ കെട്ടിടം വേണം എന്ന് നിശ്ചയിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് നിൽക്കാറില്ല, പൊതുവെ അങ്ങനെ സമീപനമെടുക്കാറില്ല. പക്ഷേ ആലത്തൂർ ഹോമിയോ ഡിസ്പെൻസറിയെ സംബന്ധിച്ച് നല്ല ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുകയും ആളുകൾ വല്ലാതെ അവരെ ആശ്രയിക്കുകയും നമ്മുടെ ഡോക്ടർമാരെ ആശ്രയിക്കുകയും ഒക്കെ ചെയ്തു വന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതിന് സ്വന്തമായി ഒരു ബിൽഡിംഗ് ഉണ്ടാവണം, വളരെ മികച്ച രൂപത്തിലുള്ള സേവനങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി കഴിയും എന്നെല്ലാം അന്നത്തെ മെഡിക്കൽ ഓഫീസറും എല്ലാം കണ്ട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് കിടക്കുന്നത്. ചികിത്സയുടെ അറിവുകളെ ഉപയോഗപ്പെടുത്താൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ആയുഷ് വകുപ്പിൻ്റെ പുനർജനനം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിൽ നമ്മുടെ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്നവർ പറയുകയും അലോപ്പതി രംഗത്തെ പോലെ തന്നെ മറ്റെല്ലാ ചികിത്സാ മാർഗങ്ങളും കേരളീയ സമൂഹത്തിന് അനുകൂലമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൈനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി. പാലക്കാട് ഹോമിയോ DMO ഡോക്ടർ K. ജ്യോതി ചടങ്ങിൽ സന്നിഹിതയായി. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ N. കുമാർ, P. ബൈജു, S. ഫാസില, വാർഡ് മെമ്പർ ലീല, HMC അംഗം C. ഭവദാസൻ, സെക്രട്ടറി KG ദിമിത്രോ, ബ്ലോക്ക് പഞ്ചായത്ത് AE അബു സാഹിദ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരിവായ്ക്കൽ സ്വാഗതവും ആലത്തൂർ GHD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ B. റീബ നന്ദിയും പറഞ്ഞു.